എടാ, അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിച്ച്. അപ്പം തന്നെ തണുപ്പ് നല്ല രീതിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. രാത്രിയായി പിന്നെ ആന ഇറങ്ങും കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, ആരുമില്ല. പിന്നെ നമുക്ക് തുടങ്ങിയാലോ? എന്തു പറയുന്നു? എന്ത്? ആ, അതെ. എന്തായാലും നമുക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നീ മടുത്തു പോയില്ലേ? തണുപ്പില്ലായിരുന്നോ? അപ്പോൾ നിനക്ക് എന്താ വേണ്ടേ? എന്താ ഉണ്ടാക്കണ്ടേ? എന്ത് വേണമെങ്കിലാവോ. നമുക്ക് എന്തായാലേ ഇരുട്ടുന്നേക്കാളും മുമ്പ് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ തണുപ്പും കാറ്റുമായിട്ട് പെട്ടുപോകും. അത് മാത്രമല്ല, ആനയുണ്ട് കേട്ടോ. ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെന്താ ദൂരെ നോക്കുമ്പോൾ ഇതെന്താണെന്നാണ് തോന്നുന്നത്? അപ്പോൾ നമ്മുടെ പാത്രം എടുത്തു. അപ്പോൾ നമുക്ക് ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്. ഇരുട്ടായി പിന്നെ വേണ്ടി വരും. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം. വണ്ടി നിർത്തിയെടുത്ത് എങ്ങോട്ട്? അങ്ങോട്ട് പോയെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലടാ, ബുദ്ധിമുട്ടാണ്. ലൈറ്റ് പോയി വെക്കാൻ ഞാൻ പിന്നെ ആന ഇറങ്ങി ഓടാനുള്ള വഴി വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ഭാഗത്ത് വന്ന് ഞാൻ അവിടെ ക്യാമ്പ് ചെയ്തത്. അത് റോഡ് സൈഡിലാണ് ചെയ്തത്. അന്ന് ആന വരും എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഇറങ്ങിയത്. പക്ഷെ വന്നത് കാട്ടുപോത്തായിരുന്നു. റോഡ് സൈഡിൽ വഴി കുറേ ഉണ്ട്, പക്ഷേ എത്തുന്ന എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇരുട്ടായി പിന്നെ വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. ഒരു കത്തിയുണ്ട്, ഒരു സവാളയുണ്ട്, പിന്നെ മറ്റൊരു എമർജൻസി ചെറിയ കുഞ്ഞൊരു ലൈറ്റുണ്ട്. എല്ലാം സെറ്റപ്പ് ആയിട്ടാണ് നമ്മ വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം ഇതാണ്. ഇത് ഓണായില്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയെല്ലാം കുറച്ച് ഇതൊക്കെ പോയി കിടക്കുക. ആദ്യം ഇത് കത്തുമെന്ന് നോക്കണം, എന്നിട്ട് വേണം വെള്ളം മിക്സ് ചെയ്യാൻ. നാല് പാക്കറ്റ് മസാല ഉണ്ട് ഇതിൻ്റെ. വെള്ളം കുറവാണോ? ഇത് മറ്റേ കുതിരുമ്പോൾ ശരിയായിക്കോളൂ അല്ലേ? വെള്ളം കുറച്ച് കുറഞ്ഞു പോയി. കുറച്ച് വെള്ളം സാറില്ല. എടാ, ഒരുപാടുണ്ടറാ, ഒറ്റയ്ക്ക് കഴിക്കുമോ? കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടല്ലേ ഇട്ടുള്ളൂ. പിടിച്ച് കടിച്ചോ. കുറച്ച് മസാലയ്ക്ക് പിടിച്ച് കുറച്ച് ഈ തണുപ്പത്തെ കുറച്ച് എരിവൊക്കെ കിട്ടണം. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പുറത്ത് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ കാറ്റായതുകൊണ്ട് ടെൻറ്റും പറന്നതും തീയും കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവനെ ഞാൻ കയറ്റി ടെൻറ്റിനുള്ളിൽ ഇരുത്തി, ഇല്ലെങ്കിൽ ടെൻറ്റ് പറന്നു പോകും. ലൈറ്റ് മൊത്തം പോയി തുടങ്ങിയാലേ നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കൂടാ. അപ്പോൾ നമ്മുടെ ഏകദേശം നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വെള്ളം കുറച്ച് പറ്റണം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കാട്ടുപോത്ത് വന്നപ്പോഴേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തിതോ? അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ച. ഏകദേശം സെറ്റ് ആവാറായി. ഒരു പണിയാം, ഒരു സവാളയും കൊണ്ട് അറിഞ്ഞേക്കാം. കത്തിയുടെ കുറച്ച് അതിലിടാം. കുറച്ച് ഇളക്കിക്കോട്ടോ. വേണ്ട, അത് സവാള വെന്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ വേവും പാടില്ല. കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ നൂഡിൽസ് അതിനെ. അതെ അതെ. സവാളയുടെ തൊണ്ട് ഇവിടെ ഇടുന്നതിൽ കുഴപ്പമില്ലല്ലോ. സവാള നല്ല രീതിയിൽ തൊണ്ട് ഞാൻ ചെയ്ത് കളഞ്ഞു. എന്നാലും ഒന്നും കഴുകിയേക്കാം. വെള്ളമില്ല കേട്ടാ, പാത്രം കഴുകാനുള്ള വെള്ളമില്ല. ഇരുട്ടായി തുടങ്ങി. പകുതി ഇട്ടാൽ മതി, ഫുള്ളായിട്ട് ഇടണോ? കത്തി അത്രയ്ക്കും പോരാ. ഇത് കുറേ ഉണ്ട് കേട്ടോ നൂഡിൽസ്. ഇനി ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. വേസ്റ്റും സംഭവമൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് സെറ്റ് ചെയ്യും. ഇല്ല, കിട്ടിയില്ല. ബാഗിലുണ്ടോ പാത്രം? നോക്കിക്കേ. അത് ഇത്രയും ടൈം എടുത്ത് ട്രാവൽ ചെയ്ത് വന്നില്ലേ, ആ തണുപ്പിലത് ഇതായിപ്പോയി. വെറുതെ വെച്ചാൽ മതി, അപ്പം തണുക്കും. ഉണ്ട് അല്ല, എങ്ങനെയുണ്ടെന്നും പറയാനൊന്നുമില്ല. മസാല ഒക്കെ അവരുടെ ആണല്ലോ. നമ്മൾ സവാള ഇട്ട് സെറ്റ് ചെയ്തു. വെള്ളമൊക്കെ ഏകദേശം പറ്റി. എന്നാൽ തീ കുറച്ചൊക്കെ. തീ കുറയ്ക്കുമ്പോൾ എന്ത് പറ്റി അറിയോ? മൊത്തത്തിൽ കാറ്റ് വന്നിട്ട് കെട്ടുപോകും. അതാണ്. ആൾക്കാരൊക്കെ പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ മലയിൽ. അവരൊക്കെ എപ്പോഴോ പോയി. ശബ്ദം കേൾക്കുന്നുണ്ട്? ഇല്ലല്ലോ.
നമ്മളും കുറച്ച് ആനയും കാട്ടുപോത്തൊക്കെ ഉള്ളൂ. പോകുന്ന വഴിക്ക് അറിയാം നമുക്ക് എന്ത് കാണുമെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിക്കാം അല്ലേ? ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ തണുക്കും കേട്ടോ, കാരണം അമ്മാതിരി തണുപ്പാണ്. ഈ സിലിണ്ടർ മുട്ടി നോക്കിക്കേ. ഇനി ഈ മല ഇറങ്ങണ്ടേ, രാത്രിയായി. ഓക്കെ, അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇരുട്ടി തുടങ്ങി. ആനയ്ക്ക് കൊടുക്കണതില്ല. എടാ, മഞ്ഞ് കയറുന്നുണ്ട് താഴെ. ഞങ്ങൾ ആക്ച്വലി ആ മലയുടെ മുകളിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഒരുപാട് നടന്നു വരണ്ടേ, തിരിച്ചു പോകാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് മതിയെന്ന് വെച്ചത്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, അതാ അവനെ ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയത്. എടാ കഴിക്കാം, വെറുതെ തണുത്ത് പോകണ്ട. സർവ് ചെയ്യാൻ പാത്രേ ഈ പിഞ്ഞാണി മാത്രമേ ഉള്ളൂ. നമുക്കൊരു സവാളയെ അരിഞ്ഞിട്ട് മറ്റൊരു ഡെക്കറേഷന് വേണ്ടി സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയല്ലേ. ഇത് പൊടിച്ചിട്ടാൽ മതി, ഇത്ര മതി. ഇതേ നോക്കിക്കേ, ഇത്രയും നേരം ചൂടായ സാധനമാണ് ചെയ്ത് കൈ കൊണ്ട് പിടിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങളും കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ തണുപ്പ് എക്സ്പെക്ട് ചെയ്യാമല്ലോ എന്തായിരിക്കും എന്ന്. തണുത്ത പിന്നെ ഇത് കൊള്ളത്തില്ല, കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാത്രമേ ഉള്ളൂ, എങ്ങനെ കഴിക്കും? സവാള ചെറുതായിട്ട് പൊടിച്ചിടാം. താഴെ വീണ് സാരില്ല. നിനക്കുള്ള സഫറ പിടിച്ചോ, ആദ്യം ഗണപതി കൊടുക്കണം. സോറി, കഴിച്ചോ. എനിക്ക് ചെറിയ പിഞ്ഞാണിയിലും. എങ്ങനെയുണ്ട്? പാത്രത്തിൽ കഴിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ചെറിയൊരു പിഞ്ഞാണിയിലെടുത്ത് കഴിക്കട്ടെ, ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ലൈറ്റ് പോയി തുടങ്ങി, അതാണ്. കയ്യിൽ തന്നെ ഞാൻ കഴിക്കാം. കുറച്ച് വെള്ളം കഴുകാനുണ്ട്, പാത്രം കഴുകാൻ പറ്റില്ല. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ സംഭവം ഒരുപാടുണ്ടല്ലേ, കൂടിപ്പോയി. പെട്ടെന്ന് ചൂട് പോയിടാ. നല്ല തണുപ്പ്. അതെ, ആൾക്കാരൊന്നും അധികം ഈ വഴി വരത്തില്ല. അപ്പോൾ അനിമൽസൊക്കെ റോട്ടിൽ ഇറങ്ങി വരും. അങ്ങനെയാണ് മിനിമം ഞാൻ കാട്ടുപോത്തിനെ കണ്ടത്. ആനയൊക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 10-15 കിലോമീറ്റർ കഴിഞ്ഞുണ്ട് ഇനി ഒരു ടൗൺ കിട്ടണമെങ്കിൽ. നമ്മുടെ വണ്ടി താഴെ ഇരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നെ ഇവിടെ തന്നെ താമസിക്കാറുണ്ട്. വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. താഴെ റോഡ് സൈഡിൽ കാണുന്നുണ്ടേ. ഇല്ല എനിക്ക് മതി. കഴിച്ചോ, കുറച്ച് കേട്ടോ. കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കൈ കഴിക്കും. നിൻ്റെ കയ്യിലായിട്ടില്ലല്ലോ. അപ്പം ശരി, നീ കഴിച്ചോ, ഞാൻ കയറി കിടക്കാൻ വേണ്ടി പോവാം. ആന വരുമ്പോൾ വിളിച്ചാൽ മതി കേട്ടോ. ഈ വഴി തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഈ മല കയറിക്കോ. ഒരു മലയും കൂടെ ഉണ്ട്, ഒന്നും കാണുന്നില്ല. നടന്നു. നമ്മൾ ടെൻറ്റും എല്ലാ സംഭവങ്ങളും പെറുക്കിയെടുത്ത് താഴോട്ട് ഇറങ്ങി വന്നു. കാട്ടുപോത്തിനൊക്കെ ഇവിടെ കുറച്ച് മുമ്പിലാണ് കണ്ടത്. ആ സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല, അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പോൾ ആ വഴിയാണ് പോകുന്നത്. മിനിയാന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ് കയറി വന്നിട്ടുണ്ട്. ഇനിയുണ്ട് 10-12 കിലോമീറ്റർ ഉണ്ട്. 13 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നുള്ളൂ. ഇത് വരുന്ന വഴിക്കും കുറച്ച് കാടായിരുന്നു. മുന്നോട്ട് പോകാൻ നമുക്ക്. കാട്ടുപോത്ത്, ആനയെങ്കിൽ ആന. ഇവിടെ കുറച്ച് മരമൊന്നും കാണാത്ത എന്താ അറിയോ, കുറച്ച് ഇതൊരു മല പോലെ നിൽക്കുമല്ലേ, അതുകൊണ്ടാണ് ചെറിയൊരു ഇറക്കം നമ്മൾ ഇറങ്ങുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചാടാ ചായ വെച്ച് കുടിച്ചേ.
എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോയി ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയും പോയായിരുന്നു, മലമുകളിലെ അങ്ങോട്ടും പോയായിരുന്നു. എനിക്ക് ഈ ലൈറ്റ് ഒരു സൈഡിലോട്ട് പോകത്തില്ല കേട്ടോ. നീ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നോക്കിക്കോ, ഞാൻ റൈറ്റ് സൈഡ് നോക്കാം. ഇല്ലെങ്കിൽ നമ്മളെ ഞാനും അതുപോലെ സംഭവിച്ചത്, വളവിൽ വെച്ചാണ് ആ കാട്ടുപോത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പോയിട്ട് പിടിച്ച് നിന്നത് വണ്ടി കണ്ടില്ല, ഞാൻ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കാൻ നേരത്താണ് വീഡിയോയിൽ അതിൻ്റെ കണ്ണിങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു ക്യാമറയിലൂടെ. പക്ഷെ ഞാൻ അത്രയ്ക്ക് അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് രണ്ടാമത്തെ ഒരു വളവെത്തുമ്പോഴാണ്, ആ ഒരു വളവിൻ്റെ അവിടെ തന്നെ ഞാൻ എത്തി, കാലിൻ്റെ അടിയിൽ തന്നെ ഞാൻ എത്തി കാട്ടുപോത്തിൻ്റെ. അത് എന്നെ കണ്ടിട്ട് പേടിച്ചായിരുന്നു. കാട്ടുപോത്ത് സാധാരണ രീതിയിൽ അറ്റാക്കൊക്കെ ചെയ്യാറുണ്ട്, അത് പേടിച്ചെങ്കിൽ പെട്ടെന്ന് ഞാൻ പേടിച്ചു. ഞാൻ ആനയൊക്കെ അല്ലേ പ്രതീക്ഷിച്ച് പോകുന്നത്, ആനേൻ്റെ പകരം കാട്ടുപോത്തായതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞാൻ ഒറ്റക്കാർന്നല്ലോ, ഇപ്പം നീ ഉണ്ടല്ലോ.